പറയാം. സംസാരിക്കുന്നത് ഷാഫി കടത്തിങ്ങൽ. ഒരു ചെമ്മരിയാടിൻ്റെ കൂട്ടം എന്നും പുല്ലൊക്കെ തിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനൊരു കാരണം അവരുടെ കൂടെ ഒരു നായയുണ്ട്. എപ്പോഴും ഒരു സേഫ്റ്റി എന്ന രൂപത്തിൽ അവർ കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കൽ ഈ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ 2 ചെമ്മരിയാടുകൾ അവർ പുല്ല് കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഇവർ പെട്ടെന്നൊരു ചെന്നായെ കണ്ടു. ഇവർ ചെന്നായെ കണ്ട് പേടിച്ച് തിരിച്ചോടാൻ നിന്ന സമയത്ത് ചെന്നായ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ പുല്ല് കഴിക്കൂ, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. നിങ്ങൾ സാധാരണയായി നിങ്ങൾ എവിടേക്കും വിടാതെ നിങ്ങളെ പിടിച്ചു വെക്കുന്നൊരു നായയെ ഞാൻ കാണാറുണ്ട് അല്ലേ? എനിക്ക് കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം നിങ്ങൾക്ക് എത്രയാ സ്ഥലങ്ങൾ ഇവിടെ ഉള്ളത്, നിങ്ങൾ എത്ര എക്സ്പ്ലോർ ചെയ്യാണ്ട് നിങ്ങൾക്കറിയോ? അതിലൊക്കെ നിങ്ങളെ പിടിച്ച് കെട്ടിയിടുന്നത് അയാളാണല്ലേ? ഓക്കെ. അപ്പോൾ ഇവർ പറയും, അങ്ങനെയൊന്നുമല്ല, അവനവനുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണെന്ന് പറയും. അപ്പോൾ ചെന്നായി വീണ്ടും പറയും, അതൊക്കെ ശരിയാണ്, എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാമായിരുന്നു, സാരമില്ല എന്ന് പറയും. ഈ ചെറിയ കുഞ്ഞു വാചകം ഈ ചെമ്മരിയാടിൻ്റെ ഹൃദയത്തിൽ അങ്ങനെ നിൽക്കുകയും 2 ആടുകളും മറ്റാളുകളോട് പറഞ്ഞു, നോക്കൂ, ആ ചെന്നായ്ക്ക് എത്ര നല്ലതെന്നറിയോ? ഞങ്ങളവിടെ പോയിട്ട് എല്ലാവരും സാധാരണ പറയാറുള്ളത് അവർ നമ്മളെ കടിക്കുന്നൊക്കെ, പക്ഷെ ഒന്നും ചെയ്തില്ല, നമ്മളെ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്തു, നമ്മൾ വെറുതെയാണ്, ഈ നായൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ എല്ലാവരും കൂടി തീരുമാനിച്ചു, നായയോട് നീ ഞങ്ങളെ കൂടെ വരണ്ട എന്ന് പറയാൻ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, നീ വരികയാണെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾക്ക് തീരെ ഫ്രീഡം ഇല്ല, നീ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശിയൊക്കെ പിടിച്ച് ഇവർ 7 പേര്, ആദ്യം 2 പേരുണ്ടായിരുന്നത് 7 പേര് ഈ കൂട്ടത്തിൽ നിന്ന് മാറി സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ തുടങ്ങി. അങ്ങനെ 1-ാം ദിവസം വളരെ അടിപൊളിയായി തിരിച്ചു വന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു, കണ്ടോ ഞങ്ങൾ പറഞ്ഞ എന്തായി, അടിപൊളിയായില്ലേ? അപ്പോൾ 7 പേരുടെ കൂടെ വീണ്ടും 7 പേരും കൂടി, ഇപ്പം നെക്സ്റ്റ് ഡേ 14 പേരാണ് ഇവർ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ഈ നായ പറഞ്ഞൊന്നും കേൾക്കാതെ വാശി പിടിച്ച് അവർ പോയി. അന്ന് നമ്മുടെ മുമ്പ് കണ്ട ചെന്നായും അവൻ്റെ ഫ്രണ്ട്സും ഈ 14 പേരെയും ആക്രമിച്ചു. അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ട, അയാൾ തിരിച്ചു ഓടി വന്നു. ബാക്കി എല്ലാവരും ആ കെണിയിൽ കുടുങ്ങിപ്പോയി. മകളെ ഓർമ്മിക്കുക, നമ്മൾ നമ്മുടെ രക്ഷിതാക്കളെ എപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഓവർ കെയർ ചെയ്യുന്നു, നമുക്ക് റെസ്ട്രിക്ഷൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വ്യാജേനെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഡയറക്റ്റ്ലി മോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് സോഴ്സുകളുണ്ട്. ഈവൻ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള പല സോഴ്സുകളിലും ഫ്രണ്ട്സും അങ്ങനെ പല സംഭവങ്ങളും നമ്മളെ തെറ്റായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം ഇവിടെ സംഭവിച്ചതുപോലെ പിന്നീട് ഒരു തെറ്റിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു കിട്ടാൻ പറ്റാതെ അത്രയും വലിയൊരു ട്രാപ്പിൽ നമ്മൾ പോയി വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കൂടെ നമ്മളത്ര സ്നേഹിക്കുന്ന, നമ്മുടെ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ആരും ഈ ലോകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. Thank you so much.